വൈദ്യുതിയുടെ ഉപയോഗം നിമിഷം പ്രതി എന്നോണം വർദ്ധിക്കുമ്പോഴും നൂതനവും വികസനാത്മകവുമായ പദ്ധതികളിലൂടെ വൈദ്യുതി പ്രതിസന്ധിയെ പടിക്ക് പുറത്ത് നിർത്തിയിരിക്കുകയാണ് കേരളം. മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിൽ KSEB നടത്തുന്ന പ്രവർത്തനങ്ങളാണ് കേരളത്തിലെ വൈദ്യുതി വിതരണത്തെ തടസ്സം കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രകൃതിക്ഷോഭങ്ങളടക്കം പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോഴും സംസ്ഥാനത്താകമാനം വൈദ്യുതി ഉറപ്പാക്കാൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. വൈദ്യുതി വകുപ്പിൽ മാത്രം 5200 കോടി രൂപയുടെ 18 പദ്ധതികൾക്കാണ് കിഫ്ബി അംഗീകാരം നൽകിയിരിക്കുന്നത്. ഇതിൽ 14 എണ്ണത്തിന്റെ പ്രവർത്തനം തുടങ്ങി. ഏറ്റുമാനൂർ 220 kV ഗ്യാസ് ഇൻസുലേറ്റഡ് സബ്സ്റ്റേഷനാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. ഒരു വർഷത്തിനിടെ ആഭ്യന്തര വൈദ്യുതി ഉൽപാദന ശേഷിയിൽ 173 മെഗാവാട്ടിന്റെ വർധനമുണ്ടാക്കിയതെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറയുന്നു. കോട്ടയം ജില്ലയുടെ വർദ്ധിച്ചുവരുന്ന വൈദ്യുതി ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായാണ് ഏറ്റുമാനൂരിൽ നിലവിലുണ്ടായിരുന്ന 66 kV സബ്സ്റ്റേഷനെ നവീകരിച്ച് 220 kV GIS സബ്സ്റ്റേഷനായി ഉയർത്തിയത്. സബ്സ്റ്റേഷനും അനുബന്ധ പ്രസരണ ലൈനും വന്നതോടെ ഏറ്റുമാനൂർ സബ്സ്റ്റേഷന്റെ സ്ഥാപിത ശേഷി ഉയർന്നു. അതോടൊപ്പം വൈക്കം, കുറവിലങ്ങാട്, പാല, ഗാന്ധിനഗർ, കോട്ടയം സബ്സ്റ്റേഷനുകളിലേക്ക് വ്യത്യസ്ത സ്രോതസ്സുകളിൽ നിന്നായി 110 kV വോൾട്ടേജിൽ വൈദ്യുതി എത്തിക്കാനും സാധിച്ചു. കേരളത്തിലെ ആദ്യകാല സബ്സ്റ്റേഷനുകളിൽ ഒന്നായ കോതമംഗലം സബ്സ്റ്റേഷൻ 220 kV സബ്സ്റ്റേഷനായി പ്രവർത്തന സജ്ജമാക്കാനും വൈദ്യുതി വകുപ്പിന് സാധിച്ചു. 1940 സ്ഥാപിതമായ സബ്സ്റ്റേഷന്റെ ശേഷി 66 kVയിൽ നിന്ന് 220 kV ആയാണ് വർദ്ധിപ്പിച്ചത്. ഇടുക്കി പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതികളുമായി 220 kVയിൽ കണക്ടിവിറ്റിയും ഉണ്ടാകും. തീർത്തും ഓട്ടോമാറ്റിക് സംവിധാനങ്ങളോടുകൂടിയാണ് സബ്സ്റ്റേഷന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. അനുബന്ധ ലൈൻ സ്ഥാപിക്കുന്നതിനടക്കം കിഫ്ബി വഴി 75 കോടി രൂപ വിനിയോഗിച്ചു. കോട്ടയം കുറവിലങ്ങാട് സ്ഥാപിച്ച കേരളത്തിലെ ആദ്യ 400 kV ഗ്യാസ് ഇൻസുലേറ്റഡ് സബ്സ്റ്റേഷന്റെ നിർമ്മാണത്തിനായി കിഫ്ബി 152 കോടി രൂപയാണ് ചെലവഴിച്ചത്. ഈ സബ്സ്റ്റേഷനിൽ 400 kV ട്രാൻസ്മിഷൻ ലൈനുകളും 220/110 kV മൾട്ടി സർക്യൂട്ട് മൾട്ടി വോൾട്ടേജ് ലൈനുകളും പ്രധാന സബ്സ്റ്റേഷനുകളെ ബന്ധിപ്പിക്കുന്നു. പള്ളം, ഏറ്റുമാനൂർ, അമ്പലം എന്നിവിടങ്ങളിലെ 220 kV സബ്സ്റ്റേഷനുകൾ വൈദ്യുതി വിതരണ ശൃംഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. തിരുനെൽവേലി, കൊച്ചി ലൈൻ വഴി 400 kV അന്തർ സംസ്ഥാന പ്രസരണ ലൈൻ ഉപയോഗിച്ച് കൂടംകുളം ആണവ നിലയത്തിൽ നിന്ന് വൈദ്യുതി മധ്യ കേരളത്തിലെത്തിക്കുന്നതിനും സബ്സ്റ്റേഷൻ സഹായിക്കും.